മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കൂടുതൽ പേർ രംഗത്തെത്തുന്നു. മുൻ ജീവനക്കാരൻ ഷിഹാബ് വാർത്താസമ്മേളനം നടത്തിയതിന് പിന്നാലെ നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലും മറ്റും മുതുകാടിനെതിരെ രംഗത്ത് വരുന്നത്. മുതുകാടിനെ അനുകൂലിക്കുന്നവരും ഉണ്ട്. തനിക്കെതിരായ ആരോപണങ്ങൾ വ്യാജമെന്നും ആർക്കും സ്ഥാപനത്തിലെത്തി പരിശോധിക്കാമെന്നുമാണ് മുതുകാടിന്റെ മറുപടി. ഈ വിഷയത്തിൽ നമുക്കൊപ്പം ചില അതിഥികൾ ചേരുകയാണ്. GP പ്രീത പരാതിക്കാരി, ഒപ്പം CP ഷിഹാബ്, ഈ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരൻ, നേരത്തെ വാർത്താ സമ്മേളനം നടത്തി പരാതി ഉന്നയിച്ച വ്യക്തിയുമാണ് ഷിഹാബ്. ആദ്യം ഷിഹാബ്, താങ്കളുടെ വാർത്താ സമ്മേളനം കണ്ടു. അന്ന് താങ്കൾ പറഞ്ഞത് നിയമപരമായ നടപടികളിലേക്ക് പോകും എന്നതാണ്. താങ്കൾക്ക് നേരിട്ട ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി നിയമപരമായ നിയമ നടപടികൾ തുടങ്ങിയോ? ഓക്കെ, തീർച്ചയായിട്ടും ഇത് ഞാനിന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു പ്രശ്നമല്ല. നമ്മളുമായി ബന്ധപ്പെട്ട അദ്ദേഹവുമായി അടുത്തറിയുന്ന ഒരുപാട് ആളുകളുടെ, ഒരുപാട് അമ്മമാരുടെ അനുഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു വിഭാഗത്തിന്റെ പ്രശ്നമാണ്. ഭിന്നശേഷി മേഖലയിലുള്ള കുട്ടികളുടെയും അവരെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടുള്ള രക്ഷിതാക്കളും അനുഭവിക്കുന്ന പ്രശ്നമായതുകൊണ്ട് അവരോടൊപ്പം ചേർന്നുകൊണ്ട് അത്തരം നിയമ നടപടികൾക്കുള്ള തുടക്കം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന സ്ഥാപനത്തെ മോശമായി ചിത്രീകരിക്കണമെന്നോ ഗോപിനാഥ് മുതുകാട് സാറെ വ്യക്തിപരമായി മോശമായി ചിത്രീകരിക്കണമെന്നോ ഈ പറയുന്ന ഒരാളും ആഗ്രഹിക്കുന്നില്ല. എല്ലാവരുടെയും ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഒരു സ്ഥാപനം പുറമേ നിന്നുള്ള ആളുകൾ കാണുന്ന രീതിയിലേക്ക് ആ ഒരു സിസ്റ്റത്തെ കൺവേർട്ട് ചെയ്ത് എന്താണോ ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കേണ്ടത് ആ രീതിയിലേക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. അതിന് ഒരുപക്ഷെ ഇപ്പോ ആ സ്ഥാപനത്തിൽ നിൽക്കുന്ന അമ്മമാർക്ക് ഒരിക്കലും അവിടെയുള്ള അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് പറയാൻ പറ്റില്ല എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അതുകൊണ്ടാണ് അവിടെ നിന്ന് പോന്നതിന് ശേഷം രക്ഷിതാക്കൾക്ക് ഇത് പറയേണ്ടി വരുന്നത്. അതുകൊണ്ട് അവർക്കത് പറയാനുള്ള അവസരം ഉണ്ടാവുന്ന രീതിയിലുള്ള ഒരു അന്വേഷണം നടക്കുമ്പോൾ മാത്രമാണ് യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരികയുള്ളൂ. ശരി, GP പ്രീത, എന്താണ് സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും ഇക്കാര്യങ്ങൾ തുറന്നു പറയാൻ താങ്കളെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ? ഏതെങ്കിലും തരത്തിൽ നിയമ നടപടികളിലേക്ക് പോകുന്ന സാഹചര്യം താങ്കളെ സംബന്ധിച്ചുണ്ടോ? എന്തൊക്കെയാണ് താങ്കളുടെ പ്രധാനപ്പെട്ട പരാതികൾ ഈ വിഷയത്തിൽ? ആക്ച്വലി ഈ വിഷയത്തിൽ ഒരു പരാതിയായിട്ടല്ല ഞാൻ ആദ്യകാലത്ത് പറയാൻ തുടങ്ങിയത്. അത് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. അതെന്റെ പരാതിയല്ലായിരുന്നു. പൊതുസമൂഹത്തില് ഈ വിഷയത്തിൽ, അതായത് DSCയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന കുറച്ച് ധാരണകളുണ്ട്. ആ ധാരണകളെ തിരുത്താൻ മാത്രമാണ് ഞാൻ ആദ്യകാലത്ത് ശ്രമിച്ചത്. അതായത് നമ്മുടെ 99% പൊതുബോധം കരുതിയിരുന്നത് മുതുകാട് അവിടെ ഓട്ടിസ്റ്റിക്കായ കുട്ടികളെ സംരക്ഷിക്കുന്ന ഏതോ ഒരു സ്ഥാപനമാണ്. അത് വെറുതെ സംരക്ഷിക്കുകയല്ല, അവിടെ നിർത്തി ഹോസ്റ്റലുണ്ട്, അവിടെ നിർത്തി പഠിപ്പിച്ച് അവരെ കലകളൊക്കെ പഠിപ്പിച്ച് സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനമാണെന്നാണ് 99% കേരളത്തിലെ ആൾക്കാർ വിശ്വസിച്ചിരുന്നത്. ആ ധാരണയെ തിരുത്താനാണ് ഞാൻ എഴുതി തുടങ്ങിയത്. ആ ധാരണയെ മുതുകാട് തന്നെ വന്ന് ഈ അടുത്തിടെ തിരുത്തി. എന്റെ സ്ഥാപനം കുട്ടികളെ ഒരു ഡേ കെയർ സെന്റർ ആണ് എന്നുള്ളത്. ഞാനിത് തന്നെയാണ് പറയാൻ ശ്രമിച്ചത്. ആ സ്ഥാപനം ഒരു ഡേ കെയർ സെന്റർ ആണെന്ന് മാത്രമാണ് ഇക്കാലം അത്രയും പറയാൻ ആദ്യകാലത്ത് ശ്രമിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ഒരു ഗ്രൂപ്പായി അവിടുത്തെ പേരൻസിനെ ഒക്കെ അറിഞ്ഞപ്പോഴാണ് നമ്മൾ അറിഞ്ഞതിൽ കൂടുതലുണ്ട്, നമുക്ക് പറയാനുള്ളതിൽ കൂടുതലുണ്ട് ആ സ്ഥാപനത്തെ കുറിച്ച് എന്ന് മനസ്സിലായി പേരൻസിനൊപ്പം നിന്നത്. നിശ്ചയം. ഇപ്പോൾ ഇതൊരു റീഹാബിലിറ്റേഷൻ സെന്റർ അല്ല എന്നത് ഗോപിനാഥ് മുതുകാട് തന്നെ സമ്മതിക്കുന്നു, അദ്ദേഹത്തിനൊപ്പമുള്ളവർ സമ്മതിക്കുന്നു. കുട്ടികളെ കലാപരമായി അവർക്ക് പരിശീലനം നൽകുക, അത് അവർക്കുണ്ടാക്കുന്ന മാറ്റം, അതിനൊരു സാഹചര്യം ഒരുക്കുക, ഒപ്പം തന്നെ അവർക്ക് അതിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വരുമാനം ലഭിക്കുമെങ്കിൽ അതിനുള്ളൊരു സാഹചര്യം ഒരുക്കുക, ഇതൊക്കെയാണ് അവരുടെ ലക്ഷ്യം. അതാണ് അവിടെ നടന്നു വരുന്നത്. അതിനപ്പുറം ഇവിടുത്തെ അപ്പോഴും അതിലൊരു പോയിന്റ് ഉണ്ട്. അവിടെയുള്ള കുട്ടികളില് 75% ഇന്റലക്ച്വലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പോഴേ ഇദ്ദേഹത്തിന് ഓട്ടിസം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം എല്ലാ കാലത്തും ഓട്ടിസം ഉള്ള കുട്ടികൾ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഒരു 13, 14, 15, 16, 17 വയസ്സിൽ ഓട്ടിസം ഉള്ള കുട്ടികളെ അവിടെ അഡ്മിഷൻ കൊടുത്ത് പുതിയതായി ഒരു കലയും പഠിപ്പിക്കാൻ ഗോപിനാഥ് മുതുകാട് എന്ന് പറയുന്ന ആളുടെ സ്ഥാപനത്തിന് ശേഷിയില്ല. കാരണം ഇദ്ദേഹം എന്താ ചെയ്തതെന്നറിയാമോ? ഓട്ടിസം എന്ന് പറയുന്ന ഒരു അവസ്ഥയെ അങ്ങ് ലഘൂകരിക്കുകയും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് മനുഷ്യരുടെ, പേരൻസിന്റെ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിന്റെ, തെറാപ്പിസ്റ്റിന്റെ ഒക്കെ അനുഭവങ്ങളെ, പ്രയത്നങ്ങളെ എല്ലാം പുള്ളി അങ്ങ് റദ്ദ് ചെയ്യുവാണ്. ഒരു ദിവസം രാവിലെ ഞാൻ പഠിപ്പിച്ചെടുത്തവരാണ് എല്ലാവരും എന്നുള്ള ഇത്. തീർച്ചയായും അതാണ്
നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഒരു പരസ്യമായ പ്രതികരണത്തിലേക്ക് വരാനിടയാക്കിയ കാര്യം, അതിനപ്പുറം സാഹചര്യം അതിനപ്പുറം അദ്ദേഹത്തിന്റെ ഈ ഫണ്ട് വരുന്നതുമായി ബന്ധപ്പെട്ട്, വിദേശങ്ങളിൽ നിന്നുള്ള ഫണ്ട് വരുന്നതുമായി ബന്ധപ്പെട്ട്, ഇത് ഓഡിറ്റ് ചെയ്യപ്പെടാത്തതുമായി ബന്ധപ്പെട്ട്, മറ്റു കുട്ടികൾക്ക് കൂടി അവകാശമുള്ള ഫണ്ട് ഏതോ തരത്തിൽ ഇദ്ദേഹം അപഹരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വഴിവിട്ട് ലഭിക്കുന്നു എന്ന തരത്തിലൊക്കെയുള്ള ആരോപണങ്ങളായി കൂടി ഇത് മാറിയിരുന്നല്ലോ. അത്തരം പരാതികൾ നിങ്ങൾക്ക് ഇപ്പോഴുമുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിലുള്ള പ്രധാന ആരോപണം എന്തെന്ന് വെച്ചാല്, റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് 2016 ഒരുപാട് ഈ കുട്ടികൾക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, സർക്കാരുകളും വ്യക്തികളും സ്ഥാപനങ്ങളും ഒക്കെ. അതിലെ ഏറ്റവും ചെറിയ, അതായത് ഏറ്റവും ഇത് കുറഞ്ഞ ഒരു വെയിറ്റേജ് കുറഞ്ഞ ഒരു കാര്യമാണ് ഈ കുട്ടികളുടെ കലാപരവും കായികവുമായ ശേഷികളെ പ്രോത്സാഹിപ്പിക്കാന് സർക്കാർ ഇടപെടണമെന്നും ഒക്കെ ഉള്ളത് ഒരു ചെറിയ ക്ലോസ് ആണ്. പക്ഷെ എത്രയോ കാര്യങ്ങൾ ആദ്യം ചെയ്യേണ്ടതുണ്ട്. ആ ചെറിയ ക്ലോസ് ഉപയോഗിച്ചിട്ടാണ് ഇയാൾക്ക് അവിടെ ഫണ്ട് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മറ്റ് സ്ഥാപനങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഫണ്ട് കൊടുക്കാത്തത്? ഓക്കെ, മുതുകാടിന്റെ പ്രൊജക്ട് 100 കോടിയുടെ പ്രൊജക്റ്റാണ്, വാദത്തിന് വേണ്ടി സമ്മതിച്ചു. അപ്പൊ സർക്കാർ കൊടുത്തത് വളരെ തുച്ഛമായ 5 കോടി, 4 കോടി, 5 കോടിയാണ്. പക്ഷെ ഈ 4 കോടി 5 കോടിയും വലിയ എമൗണ്ട് ആയ, അതായത് ഈ കുട്ടികളുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ, അവരുടെ തെറാപ്പി ആയാലും, അവരുടെ സ്കൂളിംഗ് ആയാലും, അവരുടെ ഡെയിലി ലീവിങ് ആയാലും, അവരുടെ എന്താ പറയുക, അവരെ താമസിപ്പിച്ച് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങള് ഒക്കെ ഈ നാട്ടിലുണ്ടായിട്ട്, ഈ കേരളത്തിലുണ്ടായിട്ട്, ഇയാൾക്ക് മാത്രം എന്തുകൊണ്ടാണ് കൊടുക്കേണ്ടത്? അതും ബഡ്ജറ്റിലൊക്കെ വകയിരുത്തിയാണ് തുക കൊടുക്കുന്നത്. ശ്രീമതി പ്രീത, താങ്കൾ ഇപ്പോൾ ഉന്നയിച്ചത് ഒരു പരാതിയാണെങ്കിൽ അതിന് മറുപടി നൽകേണ്ടത് ഗോപിനാഥ് മുതുകാടാണോ? നമ്മുടെ സംവിധാനങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വഴിവിട്ട് ഏതെങ്കിലും തരത്തിൽ ഫണ്ട് കൈമാറിയിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള ഫണ്ട് ബജറ്റിൽ ഉൾപ്പെടുത്തിയൊക്കെ കൈമാറുമ്പോൾ അതിന് വ്യവസ്ഥാപിതമായ രീതികൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അപ്പോൾ ആ വ്യവസ്ഥാപിതമായ രീതികൾ മറികടന്ന് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഫേവറായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കുഴപ്പം, അതിന്റെ ക്രമക്കേട്, അതിന്റെ വിരൽ ചൂണ്ടേണ്ടത് ആർക്ക് നേരെയാണ്? അതിന് ഉത്തരവാദി ആരാണ്? ഗോപിനാഥ് മുതുകാട് മാത്രമാണോ അതിന് ഉത്തരവാദി? അല്ല, ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടത് മുതുകാടല്ല, സംസ്ഥാന സർക്കാർ തന്നെയാണ് പറയേണ്ടത്. 2016 സ്ഥാപനം ഈ രീതിയിൽ പ്രവർത്തനം തുടങ്ങുന്നത്. 2016 ഞാൻ റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് 2016 വ്യവസ്ഥയുടെ കാര്യമാണ്. അല്ല, അവർ തന്നെ അവകാശപ്പെടുന്നുണ്ട് 2016 മുതലാണ് ഈ രീതിയിൽ പ്രവർത്തനം തുടങ്ങിയതെന്ന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് സംസ്ഥാന സർക്കാർ മറുപടി പറയേണ്ടതാണ് ഈ ചോദ്യത്തിന്. ഇത് മുതുകാടല്ല മറുപടി പറയേണ്ടത്. തീർച്ചയായും അത് തന്നെയാണ് അവരുമായി ബന്ധപ്പെട്ടവർ അല്ലെങ്കിൽ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്ന കാര്യവും. അവിടെ ആ സ്ഥാപനത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിൽ മോശം അനുഭവങ്ങൾ നേരിടുന്നുണ്ടോ, അവരെ ചൂഷണം ചെയ്യാൻ ഏതെങ്കിലും തരത്തിൽ ശ്രമം നടക്കുന്നുണ്ടോ തുടങ്ങി അങ്ങനെ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾക്ക് കൂടുതൽ ഗൗരവമുണ്ട് എന്ന് തോന്നുന്നു. ഷിഹാബ്, താങ്കൾ വാർത്താസമ്മേളനം നടത്തിയപ്പോഴാണ് പറഞ്ഞത് ഭക്ഷണം പോലും കൊടുക്കാതെ അവരെ അതിഥികൾക്ക് മുന്നിൽ അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നു എന്ന ഒരു സാഹചര്യം. അത് താങ്കൾ നേരിട്ട് കണ്ടു, താങ്കൾ അതിനെതിരെ സംസാരിച്ചു, അതിന് താങ്കൾക്ക് അവിടെ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നു എന്ന് താങ്കൾ പറഞ്ഞിരുന്നു. ആ സംഭവം ഒന്ന് വിവരിക്കാമോ? അതൊരു ഒറ്റപ്പെട്ട അന്നത്തെ ഒരു ദിവസത്തെ മാത്രം സംഭവമാണോ, അതോ സമാനമായ നിലയിലാണോ എപ്പോഴും അവർ അവരോട് അവിടെയുള്ളവർ പെരുമാറുന്നത്? ഓക്കെ, തീർച്ചയായിട്ടും ആദ്യം തന്നെ ഈ അമ്മമാർ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അദ്ദേഹത്തോട് പറയാൻ പേടിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഈ അമ്മമാർ എന്നോട് പറയുന്നത്. കാരണം ഷോ ഒരുപാട് കൂടുന്ന സമയത്തും കുട്ടികൾക്ക് എല്ലാ ദിവസവും ഒരുപോലെ ഷോ ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. ഒരു ദിവസം ഒരു പക്ഷേ കുട്ടികൾ 3-4 ഷോ ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചാലും ചില ദിവസങ്ങളിൽ അവർക്ക് അത്ര താല്പര്യം ഉണ്ടാകും. ഞാൻ അദ്ദേഹത്തോട് പറയുമ്പോൾ അദ്ദേഹം പറയും, അവർ ഇന്നലെ ചെയ്തല്ലോ, പിന്നെ എന്താ പ്രശ്നം എന്ന്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ കാര്യമുണ്ട്, സാർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞാനോ നിങ്ങളെ പോലെ ഇത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള കുട്ടികളല്ല ഇവരെ കുറിച്ച് പഠിച്ച ഒരാളെങ്കിലും ഇവിടെ വേണം. ഈ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയിട്ട് ഒരാളെ പോലും നിങ്ങൾ എന്തുകൊണ്ടാണ് നിയമിക്കാത്തതെന്ന് ചോദിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞത്, നിങ്ങളോട് പറഞ്ഞ ജോലി മാത്രം നിങ്ങൾ ചെയ്താൽ മതി എന്നുള്ളതാണ്. പിന്നീട് നിരന്തരം അമ്മമാർ എന്നോട് ഇതേ പരാതി പറഞ്ഞു. എന്നോട് പറയുന്ന കാര്യം, നിങ്ങൾക്കിത് പറയാൻ പറ്റും, ഈ കുട്ടികൾക്ക് ഇത് പറയാൻ കഴിയില്ല, ഞങ്ങൾ അമ്മമാർക്കും പറയുന്നതിന് പരിമിതികളുണ്ട്, പക്ഷെ നിങ്ങൾ മുതുകാട് സാറുമായിട്ട് അടുത്തൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് പറയാലോ എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മുതുകാട് സാറെ ധരിപ്പിക്കുന്നത്.
മാത്രവുമല്ല ഇന്നലെ കഴിഞ്ഞ ദിവസം മാധ്യമത്തിന് കൊടുത്ത റിപ്പോർട്ടിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ നിന്ന സമയത്ത് ആരോപിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഇപ്പോ വന്ന് ആരോപിക്കുന്നതെന്ന് പറയുന്നു. അത് തന്നെ കള്ളമാണ്. കാരണം 2018 ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു കാരണവുമില്ലാതെ എന്നെ പറഞ്ഞു വിടാൻ അദ്ദേഹം ശ്രമിക്കുന്ന ദിവസം ഈ ഒരു വിഷയങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് ഇത് പബ്ലിക്കിന് മുമ്പിൽ കാണിക്കുമെന്ന് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം എന്റെ അടുത്ത് വന്ന് ഒരു നല്ലൊരു സമീപനം സ്വീകരിക്കുകയും എന്നെ വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചുകൊണ്ട് എന്റെ കഴിഞ്ഞ 40 വർഷത്തെ ഇമേജ് നശിപ്പിച്ചുകൊണ്ട് ഷിഹാബിനൊന്നും സംഭവിക്കാനില്ലല്ലോ, അതുകൊണ്ട് എന്ത് ലാഭമാണ് നിങ്ങൾക്കുള്ളത് എന്നൊരു രീതിയിലേക്ക് റിക്വസ്റ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. ഞാൻ വിചാരിച്ചു കുറെ ആളുകൾ നമ്മളോട് പറയുന്നുണ്ട് ചില സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് സംഭവിച്ചതായിരിക്കാം, തിരുത്തലുകൾ ഉണ്ടാവും, അതുകൊണ്ട് ഏതൊരു മനുഷ്യനും മനുഷ്യ സഹജമായ തെറ്റുകൾ സംഭവിക്കും, തിരുത്താനുള്ള ഒരു അവസരം കൊടുക്കാമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊന്നും പുറത്ത് പറയാതെ ഞാൻ അദ്ദേഹത്തിന് മാത്രം പേഴ്സണലി അയച്ചു കൊടുക്കുകയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട അന്ന് സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിട്ടുള്ള ഡോക്ടർ അഷീൽ സാറിന് അയച്ചു കൊടുത്തതും. എന്തുകൊണ്ടാണ് നമ്മളെ സെക്യൂർ ചെയ്യേണ്ട ഡോക്ടർ അഷീൽ സാർ ഈ പരാതി കിട്ടിയിട്ട് ഇതെന്താണെന്ന് പോലും ചോദിക്കാൻ തയ്യാറാവാതെ എന്നെ ബ്ലോക്ക് ചെയ്ത് പോയത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഇത് ഒറ്റപ്പെട്ട ദിവസത്തെ സംഭവം മാത്രമായിരുന്നെങ്കിൽ ഒരിക്കലും ഈ അമ്മമാർ എന്നോട് പറയില്ല. ഇത് നിരന്തരം സംഭവിച്ച് എനിക്കും ഇത് നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ പറയാൻ മുന്നോട്ട് വന്നത്. അന്നേ ആ സമയത്തും അദ്ദേഹം എന്നോട് പറഞ്ഞത് ഷിഹാബിന്റെ കാര്യങ്ങൾ മാത്രം ചെയ്യുക, കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞാനാണ്, എനിക്കറിയാം കുട്ടികളെ എങ്ങനെ നോക്കണം, കുട്ടികളുടെ കാര്യങ്ങൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. പക്ഷെ അദ്ദേഹത്തിന് ഇതിനെ കുറിച്ച് ബേസിക് നോളജ് പോലും ഇല്ലാത്തൊരു മനുഷ്യനാണ്. ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഈ കുട്ടികൾക്ക് ഒരു ഡയറ്റ് പ്ലാൻ ഇല്ല, ഒരു ന്യൂട്രീഷൻ ഇല്ല, ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഇല്ല. ഇവിടെയുള്ള ഒരു ഭിന്നശേഷിയുള്ള കുട്ടിയുടെ ഒരു അമ്മയാണ് ഈ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. സാധാരണ ഒരു ഡേ കെയർ സെന്ററിൽ ഒരു ആയിയെ നിർത്തുന്ന പോലെ ആ ഒരു ലാഘവത്തോടു കൂടിയാണ് അദ്ദേഹം ഈ കുട്ടികളെ കണ്ടിട്ടുള്ളത്. അതല്ല കുറച്ചും കൂടി നമ്മൾ അതിനെ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് മാജിക് കാണിക്കാൻ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടീസിന് കൊടുക്കുന്ന വാല്യൂ ആണ് അന്ന് ഞാൻ അടക്കമുള്ള 5 ഭിന്നശേഷിക്കാർക്ക് അദ്ദേഹം കൊടുത്തിരുന്നതെന്ന് വ്യക്തമായിട്ട് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു വീഡിയോ എടുത്ത് ഇത് ലോകത്തിന് അറിയിച്ചു കൊടുക്കുമെന്ന് ഞാൻ പറയാൻ കാരണം. ഷിഹാബിന്റെ കയ്യിൽ ആ വീഡിയോ ഇപ്പോഴും ഉണ്ടോ? ആ തെളിവായി പുറത്തുവിടും എന്ന് പറഞ്ഞ് താങ്കൾ ശേഖരിച്ച വീഡിയോകൾ ഇപ്പോഴും ഉണ്ടോ? ഞാൻ ശേഖരിച്ച വീഡിയോസ് അദ്ദേഹം കുട്ടികളോട് നിർബന്ധമായിട്ട് ഷോ ചെയ്യിപ്പിക്കുന്ന വീഡിയോസോ കുട്ടികൾ ഭക്ഷണം കഴിക്കാതെ കരയുന്ന വീഡിയോസോ അല്ല. ഞാൻ അന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ നിരന്തരമായിട്ട് ഈ അമ്മമാർ എന്നോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് നിന്ന് മോശമായ അനുഭവമാണ് എനിക്ക് ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കൂ, കുട്ടികളുടെ കാര്യം നോക്കാൻ നിങ്ങൾ ആരും ഏൽപ്പിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ഈ കുട്ടികൾ നോക്കാൻ അധികാരികപ്പെട്ട ഇതിനെക്കുറിച്ച് പഠിച്ച ആളുകളുണ്ട്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട് അല്ലെ, അപ്പൊ അവരെ നിങ്ങൾ നിയമിക്കുമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം എന്നെ പുറത്താക്കാനാണ് ശ്രമിച്ചത്. അങ്ങനെ 2018 ഒക്ടോബർ 31 അപ്പോൾ ആ ഗോപിനാഥ് മുതുകാട് താങ്കളോട് സംസാരിക്കുന്ന വീഡിയോ ആണ് താങ്കൾ റെക്കോർഡ് ചെയ്തിരുന്നത് അല്ലേ? അല്ലല്ല, അത് വീഡിയോ ആയിരുന്നു, റെക്കോർഡ് ചെയ്തതല്ല. അത് ഞാൻ ആ പിറ്റേ ദിവസം ഈ ഒരു സംഭവങ്ങൾ വെച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇവിടെ ഈ അമ്മമാരിപ്പോ ഉണ്ട്, ഈ പറഞ്ഞ കുട്ടികളും ഇവിടെയുണ്ട്, ഞാനും ഇവിടെയുണ്ട്. ഈ ഒരു വീഡിയോ ഞാൻ പുറത്തിട്ടിട്ട് നേരിട്ട് ആളുകൾ വന്നിട്ട് അമ്മമാരോട് ചോദിക്കട്ടെ, ആ രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്, അങ്ങനെ ചെയ്യരുത്, നമുക്ക് സംസാരിച്ച് തീരുമാനമാക്കാം, കുട്ടികളുടെ കാര്യങ്ങൾ ഞാൻ നോക്കാൻ, നിങ്ങൾ എന്റെ ഇമേജ് നശിപ്പിക്കാൻ ശ്രമിക്കരുത് എന്നുള്ളത്. ഞാൻ പറയുന്നത് എന്റെ കയ്യിലുള്ള തെളിവുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ളത് മുതുകാട് സാർ ഈ ഒക്ടോബർ 31 അദ്ദേഹത്തിന്റെ അക്കാഡമിക് ഡയറക്ടറോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എന്നെ വിളിച്ചു പറഞ്ഞത് ഡോക്ടർ അഷീലും ശൈലജ ടീച്ചറും എന്നോട് പറഞ്ഞു, ഷിഹാബിന് പോകാൻ ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ ഷിഹാബിനെ നാളെ തന്നെ പറഞ്ഞയക്കണം. ഈ ഡിഫറൻറ്റ് ആർട്ട് സെന്റർ എന്ന് പറയുന്നത് ഭിന്നശേഷിയുള്ള ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികളല്ല, മെന്റലി റിട്ടയർഡ് ആയിട്ടുള്ള കുട്ടികൾ മാത്രം പഠിക്കുന്ന സ്ഥാപനമാണ്, പെർഫോം ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ ഷിഹാബിനെ പോലെ ഒരാൾ പെർഫോം ചെയ്യേണ്ട എന്നാണ് ശൈലജ ടീച്ചർ പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ നാളെ മുതൽ ഷിഹാബ് ഇവിടെ വേണ്ട എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അപ്പൊ ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് ഈ ഒരു പ്രശ്നം തുടങ്ങുന്ന കുറച്ച് മുമ്പാണ് എനിക്ക് ഇവരുടെ രീതികൾ മനസ്സിലാക്കി കോളുകളൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഉടനെ മുതുകാട് സാറ് വിളിച്ചിട്ട് പറഞ്ഞു, സാർ എന്നോട് എന്ന് പറയുന്നത് നാളെ മുതൽ ഇവിടെ പ്രോഗ്രാം ചെയ്യേണ്ട, ശൈലജ ടീച്ചർ പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നതെന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പോകണം, പ്രോഗ്രാം ചെയ്യേണ്ട, അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു ശൈലജ ടീച്ചർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഫോൺ കോളിലൂടെ നാളെ പോകാൻ പറ്റില്ല, എനിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചന്ദ്രസേന സാർ അക്കാഡമിക് ഡയറക്ടർ എന്നോട് പറഞ്ഞു, ഷിഹാബ് തൽക്കാലം ഇതിൽ നിന്ന് പോകണം, എന്നിട്ട് DAC വരുന്ന സമയത്ത്, ഡിഫറൻറ്റ് ആർട്ട് സെന്റർ വരുന്ന സമയത്ത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങോട്ട് വരാൻ ഞങ്ങൾ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോ പിറ്റേ ദിവസമാണ് 1-ാം തീയതി, നവംബർ 1-ാം തീയതിയാണ് ഞാൻ പറയുന്നത്, ഞാൻ നിങ്ങൾ എന്തായാലും പോവാൻ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇവിടെ എനിക്കുണ്ടായ ദുരനുഭവങ്ങളൊക്കെ ഒരു വീഡിയോയിൽ ഷൂട്ട് ചെയ്ത് ഞാൻ അന്ന് ടിക്ടോക്ക് സജീവമായി നിൽക്കുന്ന സമയമാണ്, ഞാൻ ഇത് പുറത്തു വിടുകയും ഇവിടെയുള്ള രക്ഷിതാക്കൾ ഇപ്പോൾ ഉള്ളത് കൊണ്ട്, ഇപ്പോൾ അനുഭവിച്ച സംഭവങ്ങളായതുകൊണ്ട് അവർ അതിന്റെ സത്യങ്ങൾ ആളോട് പുറത്ത് പറയുകയും ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം എനിക്ക് ഷിഹാബിനെ ഒരു കോംപ്രമൈസ് ചർച്ചയിലേക്ക് എന്നെ വിളിക്കുന്നതും നമുക്ക് ഒരു കോംപ്രമൈസിൽ പോകാമെന്നൊക്കെ പറയുന്നത്.
പക്ഷെ ഞാൻ നിൽക്കാൻ താല്പര്യം പ്രകടിപ്പിക്കാത്തത് കൊണ്ട് കാരണം കാണിക്കൽ നോട്ടീസ് നിർബന്ധമായിട്ട് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എനിക്കൊരു കാരണം കാണിക്കൽ നോട്ടീസ് തന്നു. ഈ കാരണം കാണിക്കൽ നോട്ടീസ് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം. അതിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ഈ സ്ഥാപനത്തിൽ പലപ്പോഴും ഞാൻ മനഃപൂർവ്വം ഷോ മുടക്കാൻ ശ്രമിച്ചു എന്നും മുതുകാട് സാറെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇത് തന്നെ കള്ളമാണ്. കാരണം ഇങ്ങനെ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് 31-ാം തീയതിയിലെ ഡേറ്റിലാക്കിയിട്ടാണ് അവർ എനിക്ക് തന്നിട്ടുള്ളത്. ഒക്ടോബർ 31-ന്. ഇങ്ങനെ ഒരു ഗുരുതരമായ ആരോപണങ്ങൾ എനിക്കെതിരെ ഉണ്ടെങ്കിൽ എന്തിനാണ് ഒക്ടോബർ 31-ന് രാത്രി അക്കാഡമിക് ഡയറക്ടർ എന്നോട് ശൈലജ ടീച്ചറും അഷീലും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഷിയാബിന് ഇവിടെ നിന്ന് നാളെ മുതൽ പോകണമെന്നും DSC വരുന്ന സമയത്ത് ഷിയാബിന് വരാമെന്നും കള്ളം പറയുന്നതിന്റെ ആവശ്യം എന്താണ്? അപ്പൊ അദ്ദേഹം ഈ പറഞ്ഞാണ് യഥാർത്ഥത്തിൽ സത്യം. അതായത് DSC വരുന്ന സമയത്ത് ഷിയാബിന് താല്പര്യമുണ്ടെങ്കിൽ വരാമെന്ന് അദ്ദേഹം എന്നെ ക്ഷണിക്കുകയും പിറ്റേ ദിവസം എനിക്ക് തരുന്ന കാരണം കാണിക്കൽ നോട്ടീസിൽ ഞാൻ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഏൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഈ സ്ഥാപനത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അന്നുള്ള അമ്മമാരെ വെച്ചുകൊണ്ട് തന്നെ ഞാൻ പുറത്തറിയിക്കുന്നുള്ള ഒരു പേടിയുള്ളത് കൊണ്ടാണ്. ഇന്ന് പല അമ്മമാരും അവിടെ ഇല്ല. അന്നുണ്ടായിരുന്ന, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്നുണ്ടായിരുന്ന 2-3 അമ്മമാർ മാത്രമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ബാക്കി അമ്മമാരൊന്നും എനിക്കറിയില്ല. പക്ഷെ അന്നത് പറഞ്ഞിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഈ അമ്മമാരത് തുറന്നു പറയാൻ ധൈര്യം കാണിക്കുമായിരുന്നു. ഇന്നും എനിക്ക് ഉറപ്പുണ്ട് അവിടെ ഇപ്പോൾ ഉള്ള അതായത് ഞാനുള്ള സമയത്ത് ഉണ്ടായിരുന്ന 3 അമ്മമാര് ഉറപ്പായിട്ടും മനസ്സാക്ഷിയെ തൊട്ട് എനിക്കെതിരെ ഇല്ലാത്ത പ്രചരണം നടത്താൻ സപ്പോർട്ട് ചെയ്യില്ല. കാരണം അവർക്കറിയാം ഞാൻ എന്താണെന്ന്. കഴിഞ്ഞ കുറച്ച് നാളുകളുമായിട്ട് പോലും ഞാനുമായിട്ട് നല്ല സൗഹൃദമുള്ളവരാണ്. അവരെന്നോട് നിരന്തരം പറയുകയാണ് കുട്ടികളുടെ ബുദ്ധിമുട്ടുകള്. പക്ഷെ എന്നിട്ടും ഞാൻ പറയാതിരുന്നത് അദ്ദേഹത്തിന്റെ ചെറിയ പോരായ്മകളാണെങ്കിൽ തിരുത്താൻ സമയം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോ ഈ പ്രീത മേഡം അടക്കമുള്ള ഒരുപാട് ആളുകൾ വന്ന് പറയുന്നു, അവിടെയുള്ള അമ്മമാര് നിരന്തരം അവരുടെ അനുഭവങ്ങൾ വന്ന് പറഞ്ഞിട്ട് പോലും അദ്ദേഹം ഒരു പോരായ്മ ഉണ്ടെങ്കിൽ തിരുത്താമെന്ന് പറയുന്നതിന് പകരം അമ്മമാരെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ 5-6 വർഷങ്ങൾക്ക് ശേഷം എനിക്കത് പുറത്ത് വന്ന് പറയേണ്ടി വരുന്നത്. ഷിഹാബ്, ഈ അമ്മമാർക്ക് തുറന്നു പറയാൻ പേടിയാണ് എന്ന് പറയുന്നുണ്ടല്ലോ. താങ്കൾ സംസാരിക്കുമ്പോൾ കുറെ തവണ അത് പറഞ്ഞു. എന്തിനാണ് അവർ ഭയപ്പെടുന്നത്? അവരുടെ കുട്ടികളെ ആരെങ്കിലും അവിടെ നിർബന്ധിച്ച് തുടരാൻ പ്രേരിപ്പിക്കുന്നുണ്ടോ? കരാറുണ്ടോ? അവർക്ക് ഒരു ദുരനുഭവം നേരിട്ടാൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് ഒഴിവായി പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടോ? ഏതെങ്കിലും സമ്മർദ്ദം അവരെ സംബന്ധിച്ചുണ്ടോ? തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇതിന് മറുപടി നമുക്ക് പറയാൻ പറ്റും. ഇവിടെയുള്ള അമ്മമാരോട് ഞാൻ ഈ അടുത്ത് പോലും സംസാരിച്ച സമയത്ത് അവരോട് പറഞ്ഞു, നിങ്ങൾക്കറിയാലോ അവിടെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ. നിങ്ങൾ തന്നെയാണല്ലോ പലപ്പോഴും അവിടെയുള്ള ബുദ്ധിമുട്ടുകൾ എന്നോട് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതും അദ്ദേഹത്തിന്റെ കണ്ണിലൊരു ക്രിമിനലായിട്ട് മാറിയതും. അതുകൊണ്ട് ഇപ്പോഴും നിങ്ങൾ എന്തിനാണ് അവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് അവിടെ അമ്മ പറഞ്ഞ കാര്യമുണ്ട്. നമുക്കറിയാം ഒരു പക്ഷേ ഈ കുട്ടികളെ കാണിച്ചിട്ട് അദ്ദേഹം കോടികൾ ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ പെർഫോം ചെയ്യാൻ അവസരം കിട്ടുന്നു എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമല്ലേ. അതുകൊണ്ട് അത് മാത്രമാണ് നമ്മളിപ്പോ ചിന്തിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങളെ കുറിച്ചൊന്നും നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ലല്ലോ. കാരണം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോവേണ്ടി വരും. പോയി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പൊ കിട്ടുന്ന വേദി പോലും ഇല്ലാതാവും. അതുകൊണ്ട് അവരുടെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത് ഇതിന്റെ പേരിൽ എന്ത് വലിയ കാര്യങ്ങൾ നടന്നാലും, എത്ര വലിയ രീതിയിൽ അദ്ദേഹം മാർക്ക് ചെയ്യപ്പെട്ടാലും, എത്ര പണം ഇതിന്റെ പേരിൽ വന്നാലും ഇപ്പൊ കിട്ടുന്ന അവസരങ്ങളെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുന്നവരാണ് കൂടുതൽ പേരും. പക്ഷെ ആ അമ്മമാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് പുറത്തു പോകാൻ അവസരങ്ങൾ കിട്ടുന്ന അമ്മമാരാണ്. അതായത് വിദേശ രാജ്യങ്ങളിൽ പോകാൻ അവസരം കിട്ടുന്ന അമ്മമാരും കുട്ടികളുമാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വിദേശ യാത്ര പോവുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പൊ അതുപോലും നഷ്ടപ്പെടും. അപ്പൊ അത് വെറുതെ നഷ്ടപ്പെടുത്തണ്ടല്ലോ എന്ന് മാത്രം വിചാരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള നിഷ്കളങ്കരെന്ന് പറയുന്നില്ല, നിവൃത്തി കേടുകൊണ്ട് അങ്ങനെ അദ്ദേഹത്തിനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്ന ആളുകളാണ്. അപ്പൊ ഞാൻ പറയുന്നു, ഒരു സ്വതന്ത്രമായ സംഘം ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും അല്ലെങ്കിൽ ഈ കുറച്ചു കാലത്തേക്ക് ഈ ഒരു സംരംഭം ഗവൺമെന്റ് ഏറ്റെടുത്ത് നടത്തട്ടെ, അമ്മമാരെ സ്വതന്ത്രരാക്കട്ടെ, സ്വതന്ത്രമായി അഭിപ്രായം പറയാൻ. ഞാൻ ഒന്നുകൂടി ചോദിക്കുന്നു, താങ്കൾ സ്വതന്ത്ര അന്വേഷണം എന്ന് പറയുന്നു, അക്കാര്യം ചൂണ്ടിക്കാട്ടി താങ്കൾ പരാതിപ്പെട്ടിട്ടുണ്ടോ? പരാതി രേഖാമൂലം നൽകിയിട്ടുണ്ടോ? അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം പെട്ടെന്ന് ഞാൻ മാത്രം വന്ന് പരാതിപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്റെ ഒരു ആവശ്യം എന്ന രീതിയിലേക്ക് മാത്രം മാറും. ഇതൊരു കൂട്ടായ്മയുടെ ആവശ്യമാണ്, ഒരു കമ്മ്യൂണിറ്റിയുടെ ആവശ്യമാണ്. അതുകൊണ്ട് അത്തരം ആളുകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഒരു പരാതി കൊടുക്കാനുമാണ് തീരുമാനിച്ചിട്ടുള്ളത്. പ്രീത, അത്തരമൊരു പോരാട്ടത്തിന് നിയമപരമായി തന്നെ നീങ്ങാൻ ഷിഹാബ് തയ്യാറെടുക്കും. താങ്കൾ കൂട്ടുണ്ടോ? അതുതന്നെയാണോ നിങ്ങളുടെ തീരുമാനം? നിയമപരമായ പോരാട്ടത്തില് ഒന്നാമത്തെ കാര്യം, ഇപ്പൊ ഒരു പരാതി കൊടുത്താല് ഞങ്ങൾക്ക് തോന്നുന്നത് ഇയാളെ അങ്ങ് വെളുപ്പിച്ചു വിടും. ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥൻ പോയി അന്വേഷിച്ചിട്ട് അവിടെ ഒരു പ്രശ്നമില്ലെന്ന് അടിച്ച് വെളുപ്പിച്ച് വിട്ടിട്ട് ഇയാൾ പണ്ടത്തേനേക്കാളും എന്താ പറയാ ശക്തനായിട്ട് തിരിച്ചു വരുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല എന്ന് എന്താ ഉറപ്പ്? ഇത്രയും ഇരകളുടെ മൊഴികളാണ് ഇതൊക്കെ. അതായത് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സംസാരിക്കാൻ ശബ്ദമില്ലാത്തത് കൊണ്ട് അവരുടെ അമ്മമാര് സംസാരിക്കുന്നതേ ഉള്ളൂ.
ഇത് യഥാർത്ഥത്തിൽ ഇരകളുടെ മൊഴിയാണ്. ഭിന്നശേഷി എന്ന് പറയുന്നത് എന്താ പറയാ, ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗം ആളുകളാണ്. അവർക്ക് എതിരെ ഉണ്ടായ ഒരു സംഭവത്തെ കുറിച്ച് ഇങ്ങനെ നിരന്തരം വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് സർക്കാരിന് ഒരു പരാതി ഇല്ലാതെ തന്നെ അന്വേഷിക്കാൻ പറ്റാത്തത്? ശരി, ഏതെങ്കിലും കേരളത്തിലെ സാധാരണ സ്കൂളുകളെ ഏതെങ്കിലും കുറിച്ചാണ് ഇങ്ങനെ കുട്ടികൾ വന്ന് അല്ലെങ്കിൽ കുട്ടികളുടെ പേരൻസ് വന്ന് ഇങ്ങനെ പറയുന്നതെങ്കിൽ എന്തായിരുന്നിരിക്കും ഇപ്പോഴത്തെ അവസ്ഥ? എങ്ങനെയാണ് മുതുകാടിനെ വിശ്വസിക്കുകയും ഈ പേരൻസിനെ അവിശ്വസിക്കുകയും ചെയ്യുന്നത്? അവിടെ നിൽക്കുന്ന പേരൻസ് പറയൂല. കാരണം അത് കേരളത്തിലെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഈ അഡൾട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ടീനേജ് കഴിഞ്ഞ നമ്മളുടെ ന്യൂറോ ഡൈവേർജന്റ് ആയിട്ടുള്ള കുട്ടികൾക്കും അമ്മമാർക്കും ചെന്നിരിക്കാൻ ഒരു സംവിധാനം ഇല്ല ഈ നാട്ടില്. ഇപ്പൊ അവര് കരുതുന്ന ഒന്നുമില്ലെങ്കിലും വീട്ടിൽ നിന്ന് വന്നിട്ട് ഈ കുട്ടികളെ കൊണ്ട് ഇരുത്താൻ ഒരു സ്ഥലം ഉണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് പലരും അവിടെ നിൽക്കുന്നത്. ഇതിപ്പം സ്ത്രീപീഡന കേസിൽ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞ, അതായത് ആത്മഹത്യ ചെയ്യുന്നത് വരെ ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരുള്ള നാടാണ് നമ്മുടേത്. നമുക്ക് ഉള്ള സിസ്റ്റത്തിനകത്ത് അഡാപ്റ്റ് ചെയ്യാനും അതിൽ യോജിച്ചു പോകാനും പരിശീലിപ്പിക്കപ്പെട്ട ഒരു കൂട്ടം ആളുകളാണ് നമ്മള് അവസാനം ആത്മഹത്യ ചെയ്യുന്നത് വരെ നമുക്ക് സ്വീകാര്യമല്ലാത്ത, നമ്മളിൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു സംവിധാനത്തിൽ നിൽക്കുക തന്നെ ചെയ്യും. അതിന് പരിശീലിപ്പിക്കപ്പെട്ടതാണ് കേരളത്തിലെ 90% ആൾക്കാർ. അതാണ് ആ സ്ഥാപനത്തിൽ നടക്കുന്നത്. ശരി, എന്തായാലും സ്വതന്ത്ര അന്വേഷണം ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഷിഹാബ് ഉന്നയിക്കുന്നത്. നിയമപരമായി തന്നെ മുന്നോട്ട് പോകാൻ ഷിഹാബ് തീരുമാനിക്കുന്നു. ഒപ്പം ഇതേപോലെയുള്ളവർ ചോദിക്കുന്നത് ഇത്രയധികം ആരോപണങ്ങൾ ഉയർന്നിട്ടും നമ്മുടെ സംവിധാനങ്ങൾ എന്തുകൊണ്ടും നിസ്സംഗത പാലിക്കുന്നു എന്നതാണ്. ആ ചോദ്യവും വളരെ പ്രസക്തമാണ്. എന്തെങ്കിലും ഇടപെടൽ, അന്വേഷണം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ കൂടുതൽ സുതാര്യത ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന മുതുകാട് തന്നെ അതിന് മുന്നിട്ടിറങ്ങുമോ? എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. വളരെ നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന് ഷിഹാബ്. ഒപ്പം GP പ്രീത.